ടി റെനീഷാണുള്ളത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടി, അല്ലെങ്കിൽ കോഴിക്കോട്ടെ BJPയുടെ ഒരു ജയന്റ് കില്ലർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നു. അതായത് 2 CPM സ്വാധീനത്തിലുണ്ടായിരുന്ന വാർഡുകൾ 2 തെരഞ്ഞെടുപ്പുകളായി പിടിച്ചെടുത്തയാളാണ് പുതിയറയും പിന്നീട് പൊറ്റമ്മൽ. കേവലം ഒരു വാർഡ് മാത്രമല്ല, അല്ലെങ്കിൽ ഡിവിഷൻ മാത്രമല്ല, ബീന ഫിലിപ്പിന്റെ മുൻ മേയറുടെ ഒരു ഡിവിഷൻ കൂടിയാണ്. ഇടത് കോട്ട എന്നറിയപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. എന്തായാലും ആ വലിയ വിജയത്തിന് പാർട്ടി അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇത്തവണ കോഴിക്കോട് സൗത്തിലാണ് മത്സരിക്കുന്നത്. റെനീഷ്, ഒരു ജയന്റ് കില്ലർ എന്നാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പാർട്ടി നേതാക്കൾ തന്നെ വിശേഷിപ്പിച്ചത്. കാരണം ഇടത് കോട്ടകളായിരുന്നു നേരത്തെ മത്സരിച്ച പുതിയറായാലും പിന്നീട് ഉള്ള പൊറ്റമ്മലായാലും. എത്ര ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഈ ഇടങ്ങളിലെ വിജയം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്? തീർച്ചയായിട്ടും കഴിഞ്ഞ 2 ദിവസത്തെ ജനങ്ങളുമായി സംസാരിക്കുമ്പോണ്ടാവുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ താമര ചിഹ്നത്തിൽ മലബാറിൽ നിന്നുള്ള ആദ്യത്തെ MLA ടി റെനീഷ് ആവും എന്നുള്ളത് ഉറപ്പിച്ചു പറയുന്നു. നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ സാധിച്ചത് അവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രാഥമികമായ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയതുകൊണ്ടാണ്. നമുക്കറിയാം, ഇന്ന് കേരള സർക്കാർ പറയുന്നത് ആരോഗ്യ മേഖല ലോകത്തിന് തന്നെ മാതൃകയാണെന്നുള്ളത്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഒന്ന് വരണം. നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഏഷ്യയിലെ തന്നെ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന, ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന ഒരു ആരോഗ്യ മേഖലയിൽ ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അവിടെ ഇപ്പോഴും രോഗികൾ നിലത്താണ് കിടക്കുന്നത്. നിങ്ങൾക്കറിയാലോ, രോഗികൾ നിലത്ത് കിടക്കുന്ന അവസ്ഥയാണ്. നമ്മൾ ഉത്തരേന്ത്യയെ നോക്കൂ എന്ന് പറയുന്ന പ്രബുദ്ധ മലയാളികൾ എന്ന് പറയുന്ന ആളുകൾ നിലത്ത് ഇപ്പോഴും രോഗികൾ കിടക്കുന്ന ഈ കോഴിക്കോട് സിറ്റിയിലെ മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിച്ച് അത് തള്ളാൻ കഴിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഒരു ഓപ്പറേഷന് വേണ്ടി പോയി കഴിഞ്ഞാൽ 3 ആഴ്ചയും 4 ആഴ്ചയും കഴിഞ്ഞിട്ടാണ് രോഗികൾക്ക് ഡേറ്റ് കിട്ടുന്നത്. ഒരു കാലിന് ശസ്ത്രക്രിയ വേണമെങ്കിൽ 4 ആഴ്ച കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് മരുന്നില്ല. ഇനി അഥവാ ചികിത്സ ചെയ്താലോ കൈക്ക് പകരം നാവിന് പകരം കാലൊക്കെ എടുക്കുന്ന അവസ്ഥ. ഇതാണ് ലോകത്തിന് മാതൃക എന്ന് പറയുന്നത്. ഈ കോഴിക്കോട് സൗത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അവർ എല്ലാ പോസ്റ്ററുകളും പറയുന്നത് ഞങ്ങൾ പുതിയ പാലം നിർമ്മിച്ചു. 40 വർഷം മുന്നുള്ളൊരു പ്രൊജക്റ്റാണ്. മാറി വന്ന 2 സർക്കാരുകളും 40 വർഷം കൊണ്ട് ഉണ്ടാക്കിയത് 120 മീറ്ററുള്ള ഒരു പാലം. അതാണിപ്പോൾ വലിയ വികസനം എന്ന് പറയുന്നത്. കടലോര മേഖലയിലെ ആളുകൾ ദുരിതത്തിലാണ്. സ്വന്തമായി വീടില്ലാത്ത ആയിരക്കണക്കിന് പേരുണ്ട്. കുടിവെള്ളം കിട്ടാത്ത വീടുകളുണ്ട്. അപ്പോൾ കുമാറാണ് കോഴിക്കോട് വിവരങ്ങളുമായി ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഡോക്ടർ വന്ദന ദാസ് വധക്കേസിൽ പ്രതി സന്ദീപിന് ഇന്ന് ശിക്ഷ വിധിക്കും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 1 വിധി പറയുന്നത്. അപൂർവമായിട്ടുള്ള കേസായി കണ്ട് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. വിനീഷ് വിവരങ്ങൾ നൽകും. വിനീഷ്, വലിയ തോതിൽ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്.